അറിയില്ല ദൈവമേ എനിക്കെന്തു വേണമെന്ന്. ദൈവസന്നിധിയിലായിരിക്കുന്നവരെല്ലാം അരുളുമോ ദൈവമേ. നിങ്ങൾ ചോദിക്കുന്നതെന്തും തരുന്നവൻ നമ്മുടെ മുകളിൽ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവമേ എനിക്കെന്തു വേണമെന്ന്. അരുളുമോ ദൈവമേ ഞാനെന്തു വേണമെന്ന്. ഇഹലോകവാസം ഹിതകരമാക്കാൻ പരലോകവാസം സുഖകരമാക്കാൻ അരുളുമോ ദൈവമേ തെളിയുമോ നീ. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ദൈവരാജ്യത്തിലെത്തണം, എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിലെത്തണം എന്ന് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു, ഓരോ വ്യക്തിയും അത് അഭിലഷിക്കുന്നു. ഒരാൾക്കും ആഗ്രഹമില്ല നശിച്ചു പോകണമെന്ന്. ഇന്ന് ഈ ലോകത്ത് നമ്മൾ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളെപ്പോലെ തന്നെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട്, പ്രാർത്ഥിക്കാത്തവരുമുണ്ട്. അനേക വ്യക്തികൾ ദൈവത്തെ അറിയുന്നവരുണ്ട്, ദൈവത്തെ അറിയാത്തവരുണ്ട്. ലോകജനമുണ്ട്, ജഡത്തിൻ്റെ വ്യാപാരമുള്ളവരുണ്ട്, ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും ആഗ്രഹം സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു ദൈവരാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിലെത്തണം, അതിൽ തന്നെ ഞാൻ പങ്കാളിയാകണം എന്ന് സകല വ്യക്തികളും ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് പലരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. അറിയില്ല ദൈവമേ എനിക്കെന്ത് വേണമെന്ന്, അറിയില്ല ദൈവമേ ഞാൻ എന്തു വേണമെന്ന്. ഈ ജീവിതം, ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ ജീവിതം എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകണം. പരലോകവാസം, ഒരു ദൈവരാജ്യമുണ്ടെങ്കിൽ അതും എനിക്ക് കിട്ടണം, അതും എനിക്ക് അനുഭവിക്കണം, അതും എനിക്ക് സുഖകരമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരാണ് പലരും. പഴയ നിയമ ജനത, ഓൾഡ് ടെസ്റ്റമെന്റിലായിരിക്കുന്ന എല്ലാ വ്യക്തികളിലെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലർക്കും ഇതേ പ്രതിസന്ധി തന്നെ ഉണ്ടായിരുന്നു, ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. എന്താണ് അവർ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ദൈവരാജ്യത്തിൽ എത്താൻ പറ്റുക, എന്ത് ചെയ്താലാണ് കർത്താവിൻ്റെ സവിധത്തിൽ എത്താൻ കഴിയുക എന്ന് പലർക്കും കൺഫ്യൂഷനായിരുന്നു. പ്രിയമുള്ളവർ, നമ്മളൊരു വചനം വായിച്ച് ഇന്ന് ആരാധനയിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് തന്നെ ഒരു വചനം നമ്മളൊന്ന് വായിക്കുക. ഹെബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. ഹെബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 5-ാം വാക്യം. പേടകത്തിന് മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ കിരൂബുകൾ ഉണ്ടായിരുന്നു. ഇവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ചു പറയാനാവില്ല. അപ്പോസ്തലനായ പൗലോസ് ഓൾഡ് ടെസ്റ്റമെന്റിൽ മോശയോട് ഒരു പേടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ പേടകത്തിന്റെ മീതെ ഒരു കെരൂബ്, മഹത്വത്തിന്റെ കെരൂബ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ പൗലോസ് പറയുന്നു ഇതിനെക്കുറിച്ച് ഇപ്പോൾ വിവരിച്ച് പറയാൻ സാധിക്കത്തില്ല. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, ദൈവം എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, എൻ്റെ ദൈവം എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ, എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, എൻ്റെ പ്രശ്നങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ. ഇന്ന് ഈ ഒരു ചിന്തയില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളിന്നിപ്പോൾ ഈ കൂട്ടായ്മയിൽ കയറിയിരിക്കുന്ന, ലൈവിലും സൂമിലുമായിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ഒരു കാര്യമുണ്ട്, എൻ്റെ പ്രശ്നമൊന്ന് എൻ്റെ കർത്താവ് ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ദൈവജനത്തോട് ദൈവം എങ്ങനെ സംസാരിച്ചിരുന്നു നമ്മൾ നേരത്തെ കണ്ടു. പെട്ടകത്തിൻ്റെ മുകളിൽ കെരൂബുകളും ആ കെരൂബുകളിൽ ഒരു മഹത്വവും, ഒരു മഹത്വത്തിൻ്റെ കെരൂബ് എന്നൊരു വചനം നമ്മൾ വായിച്ചു. ഇന്ന് ദൈവം തൻ്റെ ജനത്തോട് എങ്ങനെയാണ് സംസാരിക്കാൻ ആഗ്രഹിച്ചത്, എങ്ങനെയാണ് അവരോട് സംസാരിച്ചിരുന്നത് എന്ന് ദൈവവചനം നമ്മളോട് പറയുകയാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 22-ാം വാക്യം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന്റെ ദൈവം, പരിശുദ്ധനായ ദൈവം, സാക്ഷി പേടകത്തിന്റെ അകത്ത്, സമാഗമന കൂടാരത്തിന്റെ അകത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് 2 കെരൂബുകളുടെ മധ്യേ ദൈവജനത്തോട്, ഇതാ ദൈവം തെരഞ്ഞെടുത്ത പ്രധാന പുരോഹിതനോട്, ദൈവത്തിന്റെ ജനത്തിന്റെയും ഇടയിലുള്ള മധ്യസ്ഥനോട്, ആ പുരോഹിതനോട് ദൈവം സംസാരിക്കും. ദൈവം മോശയോട് സംസാരിച്ചു,
ദൈവം മോശയോട് ഈ കൃപാസനത്തിൻ്റെ നടുവിൽ, കെരൂബുകളുടെ നടുവിലൂടെ ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സംസാരവും ദൈവജനത്തോട് സംസാരിച്ചിരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിനറിയാം ഈ ജനം ജഡത്തിൻ്റെ അഭിലാഷത്തിലാണ്, ജഡികമായ പാപത്തിലാണ്, ജഡികമായ തിന്മയിലാണ് ഇവരൊക്കെ ആയിരിക്കുന്നത് എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ പാപം ചെയ്യുന്നവന് വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കണം. പാപം ചെയ്യുന്നവന് ദൈവത്തോട് ചേരേണ്ടതിന്, ദൈവത്തോട് സംസാരിക്കേണ്ടതിന് പാപപരിഹാര ബലി അർപ്പിക്കണം. അതാണ് ലേവ്യ പുസ്തകം അത് വ്യക്തമായിട്ട് നമ്മുടെ മുൻപിൽ വെക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആ വാക്യം വായിക്കുന്നതിന് മുൻപ് നമ്മളൊരു ചെറിയ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഈ ലൈവിലേക്ക് കയറി വരുമ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കണമെന്നുണ്ട്, എല്ലാവർക്കും ദൈവിക അനുഭവം ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സംസാരം കേൾക്കണമെന്നുണ്ട്, എൻ്റെ പ്രതിസന്ധി ദൈവത്തോട് പറയണമെന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ദൈവത്തിൽ നിന്നും തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പാപങ്ങളാണ്. നമ്മുടെ എല്ലാം പാപങ്ങളാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന്, ആരാധിക്കണമെന്ന്, പക്ഷേ നമുക്ക് കഴിയാത്തതിൻ്റെ പ്രശ്നം നമ്മുടെ പാപങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളൊക്കെ നടച്ചേ, എല്ലാവരും കണ്ണുകൾ അടച്ചേ. സാമ്പത്തികമായി പ്രതികൂലങ്ങളുള്ളവരുണ്ട്, കഷ്ടതയുള്ളവരുണ്ട്, വേദനയുള്ളവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളൊക്കെ കർത്താവിനോട് പറയണം. കർത്താവ്, നീയാണ് ഏക ആശ്വാസം, നീ മാത്രമേ ഞങ്ങൾക്കൊരു പരിഹാരമായിട്ടുള്ളൂ. ഇതെല്ലാം ഞങ്ങൾ അറിയുന്നപ്പാ. എന്നാൽ അവനോട് പറയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പാപങ്ങളെ കഴുകാതെ കർത്താവ് രമ്യതപ്പെടത്തില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ എല്ലാം പാപങ്ങളും ഏറ്റുപറഞ്ഞേ, നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ അവിടുത്തെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ടും ഞങ്ങളുടെ ഹൃദയം കൊണ്ടും ഞങ്ങളുടെ ചിന്തകൾ കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല പാപക്കറകളും യേശുവേ നിന്റെ മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യാചനകൾ കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ പാപങ്ങളെ കഴുകണമേ, കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേവ്യ പുസ്തകം അതിന്റെ 16-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിന്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന് മുൻപിലും തളിക്കണം. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം അഹറോൻ വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അതായത് പഴയ നിയമ ദേവാലയം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുക. അവിടെ ഭൂമുഖമുണ്ട്, പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലം. ഭൂമുഖം എന്ന് പറയപ്പെടുന്ന 1ാമത്തെ സ്ഥലവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രധാന പുരോഹിതൻ പാപപരിഹാര ബലി അർപ്പിക്കുമ്പോൾ ആ ബലിവസ്തുവിൻ്റെ രക്തം കൊണ്ടുവന്ന് കൃപാസനത്തിന് ചുറ്റും തളിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. കർത്താവിന്റെ വചനം നമ്മൾ നേരത്തെ വായിച്ചു പുറപ്പാട് പുസ്തകത്തിൽ. ഈ കൃപാസനത്തിൽ കെരൂബുകളുടെ മധ്യേ ദൈവജനത്തോട് ഞാൻ സംസാരിക്കും. പാപപരിഹാര ബലി അർപ്പിച്ചു കഴിയുമ്പോൾ പ്രധാന പുരോഹിതൻ ദൈവജനത്തിന് വേണ്ടി ഈ രക്തം കൊണ്ടുവന്ന് ഈ കൃപാസനത്തിന് ചുറ്റും തളിക്കുമ്പോൾ ജനത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ജനത്തിന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുകയും അവരോട് ദൈവം സംസാരിക്കുകയും ചെയ്യും. അതാണ് ദൈവവചനം പറയുന്നത്. ഇതാ കൃപാസനത്തിൽ ഇതാ 2 കെരൂബുകളുടെ മധ്യേ ദൈവ തേജസ്സിൽ ദൈവത്തിന്റെ മഹിമയിൽ തന്റെ ജനത്തോട് സംസാരിക്കുന്ന ദൈവത്തെ നമ്മൾ പഴയ നിയമത്തിൽ കാണുകയാണ്. കർത്താവിന്റെ സ്നേഹം ഒന്ന് ഓർത്തു നോക്കി. എത്രത്തോളം സ്നേഹമുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ഒരിക്കലും മാറാത്ത ആ ദൈവസ്നേഹം, എൻ്റെ ആപത്തിൽ ഓടി ഒളിക്കാത്ത ഒരു ദൈവസ്നേഹം, ആ സ്നേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരിക്കലും എന്നിൽ നിന്നും മാറിപ്പോകാത്ത, ഒരിക്കലും എന്നിൽ നിന്നും ഓടി ഒളിക്കാത്ത ഒരു ദൈവസ്നേഹം. ഇത് തന്നെയല്ലേ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. ദൈവജനം പാപം ചെയ്യുമെന്നറിഞ്ഞിട്ടും ആ ജനത്തിനു വേണ്ടി ഒരു പാപപരിഹാര ബലിയും ആ പാപപരിഹാര ബലിയിലൂടെ ദൈവജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, അവരുടെ പ്രതികൂലങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാം കണ്ണുകൾ അടച്ചിട്ട് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ ഞാൻ പാപിയാ, എന്നോട് നിന്റെ സ്നേഹം, എന്നോട് നിന്റെ കരുണ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകി ദൈവസന്നിധിയിൽ ഞങ്ങളുടെ പാപങ്ങളെ പോക്കി
ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ഒന്ന് കേൾക്കണം യേശുവേ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും നാവിലെത്ര മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും നാവിലെത്ര മധുരം. ഒരുമിച്ച് പാടിയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. എത്ര പേർക്ക് ആ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിയാൻ സാധിക്കുന്നുണ്ട്? സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും നാവിലെത്ര മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും നാവിലെത്ര മധുരം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ആ വലിയ സ്നേഹത്തെ നമ്മളൊന്ന് ഓർത്തേ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മാധുര്യം നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയത്തില്ല എന്താണ് പഴയ നിയമത്തിൽ, ലേവ്യ പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ ഈ കെരൂബുകളുടെ മധ്യേ ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് ദൈവം പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ്, കർത്താവ് ആഗ്രഹിച്ചത് എന്താണ്, ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും എന്താണ്. പലർക്കും അതിനെക്കുറിച്ച് യാതൊരുവിധ ബോധ്യവുമില്ല. നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ ഒരു ഗ്രാഹ്യമുണ്ടാകത്തുള്ളൂ. പുറപ്പാട് പുസ്തകം പറഞ്ഞു, ഞാൻ കെരൂബുകളുടെ മധ്യേ നിന്നോട് ഞാൻ സംസാരിക്കും. ആ കെരൂബുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ വാഗ്ദാന പേടകത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും ലേവ്യ പുസ്തകം പറഞ്ഞു, പാപ പരിഹാര ബലി അർപ്പിക്കുമ്പോൾ ആ രക്തത്താലാണ് നിന്നോട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. കാരണം നിന്റെ പാപം, രക്തപങ്കിലമായ നിന്റെ പാപം എന്നെയും നിന്നെയും അകറ്റിയിരിക്കുക. നിന്നോട് എനിക്ക് സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട്, എനിക്ക് നിന്നെ കാണണമെന്ന ആഗ്രഹമുണ്ട്, നിന്റെ രോഗത്തെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, നിന്റെ പ്രതികൂലങ്ങളെ മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിന്റെ കരം രക്തപങ്കിലമാണ്. ആ പാപകരമായ നിന്റെ കരം ഇതാ ആടിൻ്റെ അല്ലെങ്കിൽ കോലാടുകളുടെ, കാളക്കിടാങ്ങളുടെയോ രക്തം തളിച്ച് ശുദ്ധി പ്രാപിക്കുമ്പോൾ നിനക്ക് എന്നോട് സംസാരിക്കാം, എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയും. എന്നാൽ ഇതിൽ അവസാനിക്കുന്നതാണോ ദൈവത്തിൻ്റെ സ്നേഹം? ഒരിക്കലുമല്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ പുത്രനെ നൽകുവാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നൽകുവാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹെബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് എന്താണ് ദൈവം ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞത്, എന്താണ് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, ദൈവത്തിൻ്റെ വെളിപ്പാട് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹെബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 19ഉം 20ഉം വാക്യങ്ങൾ. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. ശ്രദ്ധിക്കണേ, വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിനക്ക്.
യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നിനക്ക് ധൈര്യം നൽകുന്നത്. ആ രക്തമാണ് നിന്നെ അവിടെ എത്തിക്കുന്നത്. നിനക്കും ദൈവവുമായിട്ട് സംസാരിക്കാൻ, ദൈവത്തെ കാണുവാൻ, ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കുവാൻ, ദൈവത്തിന്റെ ഗ്ലോറിയെ ദർശിക്കുവാൻ ഏക പോംവഴി യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ആ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഏക വഴി എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ കണ്ടു, പാപപരിഹാര ബലിയുടെ രക്തമർപ്പിക്കുന്ന സ്ഥലത്ത് ദൈവം തൻ്റെ ജനത്തെ കാണുന്നു. പരിഹാരത്തിന് രക്തമർപ്പിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ദൈവം തൻ്റെ ജനത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഇതാ കർത്താവ് പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം ആ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഒരു മനോധൈര്യം തരുന്നു. എത്ര പേർക്കുണ്ട് ഈ ധൈര്യം? കർത്താവേ, ഇന്ന് എൻ്റെ രോഗാവസ്ഥയിലേക്ക് നീ കടന്നു വരും. കാരണം എൻ്റെ യേശുവിൻ്റെ രക്തം, എനിക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായ യേശുവിൻ്റെ രക്തമുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ സ്നേഹം എത്ര മഹത്വമുള്ളതാ, അവിടുത്തെ സ്നേഹം എത്ര ആഴമുള്ളതാ. അവിടുത്തെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഒന്നും സാധിക്കാത്ത വണ്ണം കർത്താവേ, ആ സ്നേഹത്തിന് മുൻപിൽ പൂർണ്ണമായി എത്ര ശ്രേഷ്ഠമായൊരു പദവിയാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. എത്ര മാന്യമായൊരു പദവിയാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. പഴയ നിയമത്തിലെ കാളകളെ കൊണ്ടോ ആടുമാടുകളെ കൊണ്ടല്ല ബലിയർപ്പിച്ചത്. പകരം ശ്രേഷ്ഠനായ മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തുവിന്റെ രക്തം മൂലം ആ മഹത്വത്തിലേക്ക് സംസാരിക്കുവാൻ, അതിലേക്ക് ചേർന്ന് നിൽക്കുവാൻ കൃപ നൽകിയ ദൈവം. ആ ശ്രേഷ്ഠതയോർത്തൊന്ന് സ്തുതിച്ചേ. പദവികളും മാന്യതയും തന്നു നീ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. നീലച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നതിലും നനച്ചതിലും ശ്രേഷ്ഠമായ എത്രയോ മേൽത്തരമായ ഒരു പദ്ധതി ഊഴിയിൽ നിർത്തിയല്ലോ. ഈ വിശ്വാസമുള്ളവരെ കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എത്ര മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും നാവിലെത്ര മധുരം. ഒരുമിച്ച് പാടിയ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം വീണ്ടും പറയുകയാണ്, തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ആ മഹത്വത്തിൻ്റെ കെരൂബിൻ്റെ നടുവിലൂടെ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കുവാൻ, നമ്മുടെ പ്രതികൂലങ്ങൾ സംസാരിക്കുവാൻ, നമ്മുടെ വേദനകൾ പറയുവാൻ, നമ്മുടെ കഷ്ടങ്ങൾ പറയുവാൻ, നമ്മുടെ ദുഃഖങ്ങൾ പറയുവാൻ എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരു പാത തുറന്നു തന്നിരിക്കുക. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ കാളക്കിടാങ്ങളുടെയും കോലാടുകളുടെയും രക്തം, പുതിയ നിയമത്തിൽ ഇതാ കർത്താവ് പറയുക, ക്രിസ്തു യേശുവിൻ്റെ രക്തം നിനക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ തന്നിരിക്കുക. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. യേശു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുക, സകല ജനത്തിനും വേണ്ടി
വരാനിരിക്കുന്ന സകല തലമുറയ്ക്കും വേണ്ടി, സകല ജനത്തിനും വേണ്ടി ദൈവത്തിന്റെ ശരീര രക്തങ്ങൾ നമുക്ക് വേണ്ടി ഒഴുക്കി തരുന്ന ആ അന്ത്യത്താഴ ബലിയിലൂടെ അവൻ സകല വ്യക്തികളിലേക്കും ഇന്ന് ആരൊക്കെ അവനെ സ്വീകരിക്കുന്നുവോ, അവനെ വിശ്വസിക്കുന്നുവോ, അവന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നുവോ, അവനിലേക്ക് ഒഴുകുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവനിലേക്ക് ഒഴുകുന്നത് ഒരു സജീവമായ രക്തം. നിനക്ക് വേണ്ടി പാപപരിഹാര ബലിയായി, നിനക്ക് വേണ്ടി പാത തുറന്നു തന്ന്, നിനക്ക് വേണ്ടി തിരശീലയെ മാറ്റി, നിനക്ക് വേണ്ടി മതിലുകളെ തകർത്ത്, നിനക്ക് വേണ്ടി സകലതും മാറ്റി ആ ദൈവത്തിന്റെ തേജസ്സിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിനക്ക് സംസാരിക്കുവാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്ന ആ ശ്രേഷ്ഠത എത്ര വലുതാ. കർത്താവിന്റെ വചനം പറയുക, കഴിഞ്ഞ കാലം ഞാൻ ഇനി ഓർക്കത്തില്ല. നിന്റെ കഴിഞ്ഞ പാപങ്ങൾ, നിന്റെ കഴിഞ്ഞ കാലങ്ങൾ, നിന്റെ ബലഹീനമായ മേഖലകൾ ഒന്നും ഞാൻ ഓർക്കത്തില്ല. നിന്നെ ഞാൻ കരം പിടിച്ച് നിന്നെ ഞാൻ ചേർത്ത് പിടിക്കും. കാരണം നിനക്ക് വേണ്ടി ഇതാ അർപ്പിക്കപ്പെടുന്ന ശരീരം, നിനക്ക് വേണ്ടി ഇതാ അർപ്പിക്കപ്പെടുന്ന രക്തം, അത് തലമുറകളിലേക്ക്, സകല മക്കളിലേക്ക് അത് ഒഴുകുവാൻ വേണ്ടി അത്രത്തോളം സ്നേഹം കാണിച്ച ആ ദൈവ സ്നേഹത്തിന് മുൻപിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഇതിലൊന്നും യോഗ്യനല്ലേ. നമ്മുടെ കഴിഞ്ഞ കാലം ഒന്ന് ഓർത്തിട്ട് പാടിയേ. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യമല്ലേ. ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ഒരു മനസ്സോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും നാവിലെത്ര മധുരം. തേനിനേക്കാളും തേനിനേക്കാളും തേൻ കട്ടയേക്കാളും കട്ടയേക്കാളും നാവിൽ എത്രയോ മധുരം. നാവിലെത്ര മധുരം. ഒരിക്കൽ കൂടി, തേനിനേക്കാളും തേനിനേക്കാളും തേൻ കട്ടയേക്കാളും നാവിലെത്ര മധുരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പാപം വഹിക്കുന്നവൻ, എന്റെ ഭാരം ചുമക്കുന്നവൻ, പാപങ്ങൾ നീക്കി രോഗങ്ങൾ മാറ്റുന്നവൻ, സ്നേഹിതനായവൻ ദൈവം, എന്റെ പാപം വഹിക്കുന്നവൻ, എന്റെ ഭാരം ചുമക്കുന്നവൻ,
പാപങ്ങൾ നീക്കി രോഗങ്ങൾ മാറ്റുന്നവൻ, സ്നേഹിതനായവൻ ദൈവം. യേശു യേശു സ്നേഹിതൻ, നാഥൻ, ദൈവം